പത്തനംതിട്ട തിരുവല്ലയിലുള്ള ഏറ്റുകടവ് റോഡിന്റെ ശോച്യാവസ്ഥയിൽ പ്രതിഷേധം ശക്തമാകുന്നു. റോഡ് അറ്റകുറ്റപ്പണി നടത്തണമെന്നാവശ്യപ്പെട്ട് ജനകീയ റോഡ് സംരക്ഷണ സമിതി തിരുവോണ ദിവസം റോഡിൽ വള്ളമിറക്കി പ്രതിഷേധിച്ചു. പ്രതിഷേധത്തിൽ മാവേലിയും 100ഓളം നാട്ടുകാരും പങ്കെടുത്തു. 12 വർഷക്കാലമായി കുണ്ടും കുഴിയുമായി തകർന്നു കിടക്കുന്ന ഈ റോഡ് നാട്ടുകാർ പല പ്രാവശ്യവും ഒപ്പുശേഖരണം നടത്തിയും പ്രതിഷേധ യോഗം ചേർന്നിട്ടും ഫലം കാണാതെ വന്നതോടെ 2024 സെപ്റ്റംബറിൽ റോഡ് വശത്ത് താമസിക്കുന്ന 200ഓളം വീട്ടുകാർ ഫണ്ട് ശേഖരത്തിലൂടെ 2 ലക്ഷത്തിൽ പരം രൂപ റോഡ് നിർമ്മാണത്തിനു വേണ്ടി പിരിച്ചു. ഈ ഫണ്ട് ഉപയോഗിച്ച് 12 ലോഡ് മണ്ണ് വാങ്ങി മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് റോഡ് നിരപ്പാക്കി. എന്നാൽ പണത്തിന്റെ കുറവിനാൽ ടാറിംഗ് നടത്താൻ സാധിച്ചില്ല. ഇവിടെ ഒരു പഞ്ചായത്തുണ്ടോ എന്ന് തന്നെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും 15 വർഷമായിട്ട് ഈ നരകയാതന അനുഭവിച്ച് ഈ നാട്ടുകാര് കൊപ്പറം തല്ലുക. ഇവിടെ ആരുണ്ട് തിരിഞ്ഞു നോക്കാന്? ഇത് നമ്മുടെ ജനാധിപത്യം എന്ന് പറയുന്നതെങ്കിലും ശരിക്കും ജനാധിപത്യത്തിന്റെ അർത്ഥം ജനങ്ങളുടെ ആധിപത്യമാണ്. പക്ഷെ തെരഞ്ഞെടുപ്പ് സമയം വരെ മാത്രമേ ഈ ജനാധിപത്യമുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ശരിക്കും ഈ ജനാധിപത്യം എന്താണെന്ന് നേതാക്കളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഭാവിയിലും ഇതൊരു തുടക്കം മാത്രമാണ്. ഇതിനിടയിലാണ് തിരുവൻവണ്ടൂർ നന്നാട് റോഡിന്റെ നിർമ്മാണം തുടങ്ങിയത്. ഇവിടേക്ക് ആവശ്യമായുള്ള സാധനങ്ങളെല്ലാം ഇതുവഴിയാണ് കൊണ്ടുപോയത്. ഇതോടെ റോഡ് നാട്ടുകാർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. ഇനിയും പണം പിരിച്ച് റോഡ് നന്നാക്കാൻ തങ്ങൾക്കാവില്ലെന്ന നിലപാടിലാണ് നാട്ടുകാർ. പ്രതിഷേധത്തിൽ കുറ്റൂരിലെ ക്ലബിലെ പരിപാടിക്ക് അതുവഴി വന്ന മാവേലിയും 100ഓളം പേരും പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.